സസ്പെൻഷൻ കഴിയുന്ന DGP ജേക്കബ് തോമസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുവെന്ന വാർത്തകൾക്ക് വിരാമമിട്ടുകൊണ്ട് ജേക്കബ് തോമസ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഔദ്യോഗിക വേഷം അഴിച്ചുവെച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഉടൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുമെന്നും ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ജേക്കബ് തോമസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 1985 ബാച്ച് IPS ഉദ്യോഗസ്ഥനായ ജേക്കബ് തോമസ് 1.5 വർഷത്തോളം സർവീസ് ബാക്കി നിൽക്കുകയാണ് ഇങ്ങനെ ഒരു സുപ്രധാന തീരുമാനം എടുക്കുന്നത്. അഴിമതിക്കെതിരെ പോരാടുന്നതിന്റെ ഭാഗമായി മത്സരരംഗത്തിറങ്ങുമെന്നും മധ്യ തിരുവിതാംകൂറിലും മലബാർ മേഖലയിലുമായി 2 മണ്ഡലങ്ങളിൽ മത്സരിക്കാനാണ് ആലോചിക്കുന്നതെന്നും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്തതിനാൽ സർവീസിൽ നിന്ന് സ്വയം വിരമിക്കാൻ അപേക്ഷ നൽകിയേക്കുമെന്നും മുൻപ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഷ്ട്രീയ കേരളത്തെ അമ്പരപ്പിക്കുന്ന പ്രഖ്യാപനവുമായി ജേക്കബ് തോമസ് രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം സ്വതന്ത്രനായിരിക്കില്ല എന്നും വ്യക്തമായ രാഷ്ട്രീയ പാർട്ടിക്ക് ഒപ്പമായിരിക്കും താനെന്നും അദ്ദേഹം പറയുകയാണ്. ഇക്കാലയളവിൽ താൻ പിന്തുടർന്ന മൂല്യബോധത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലാകും ഭാഗമാവുക. എന്നാൽ ഏത് പാർട്ടിയുടെ ഭാഗമാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. ഗ്രൗണ്ട് വർക്കുകൾ വേണ്ടത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിൽ പൂർണ്ണ പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ പ്രവേശനത്തെ പറ്റി ഇതിനു മുൻപ് ചിന്തിച്ചിട്ടില്ല. ജനസേവനം മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ ഈ തീരുമാനം എടുത്തതല്ല എന്നും അദ്ദേഹം പറഞ്ഞു. സിവിൽ സർവീസ് ഏറെ ആഗ്രഹിച്ച് ലഭിച്ചതാണ്. അതിലൂടെ ലക്ഷ്യമിട്ടത് ജനസേവനം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജോലി രാജിവെച്ച ശേഷമായിരിക്കും രാഷ്ട്രീയ പ്രവേശനമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. സർവീസിലായിരുന്ന സമയത്ത് പലരും തന്നെ ജോലി ചെയ്യാൻ സമ്മതിച്ചില്ല എന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. ബുധനാഴ്ചയോടെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ കാര്യത്തിൽ വ്യക്തതയുണ്ടാകുമെന്നും ജേക്കബ് തോമസ് വ്യക്തമാക്കുകയാണ്. എത്ര ഉയർന്നതാണെങ്കിലും തുല്യനീതി ഉറപ്പാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും ജേക്കബ് തോമസ് പറയുന്നു. TO സൂരജിന്റെ കേസിൽ സെക്രട്ടേറിയറ്റിനുള്ളിൽ കയറി റെയ്ഡ് നടത്തിയത് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അഴിമതിക്കെതിരെ ഒറ്റയാൾ പോരാട്ടമായി ജേക്കബ് തോമസിന്റെ പല നീക്കങ്ങളും വിലയിരുത്തപ്പെടുകയും ചെയ്തിരുന്നു. 2015-16 കാലഘട്ടത്തിൽ 3 ഷോക്കോസ് നോട്ടീസുകൾ തുടരെ വന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. തന്നെ ജനവിരുദ്ധനാക്കിയത് ഉമ്മൻചാണ്ടിയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായി നല്ല അടുപ്പത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കേഡറിലെ ഏറ്റവും സീനിയർ IPS ഉദ്യോഗസ്ഥനായ DGP ജേക്കബ് തോമസ് 2017 ഡിസംബർ മാസം മുതൽ സസ്പെൻഷനിലാണ്. തിരുവനന്തപുരം ഗാന്ധി സ്മാരക നിധിയിൽ 2017 ഡിസംബറിൽ നടത്തിയ പ്രസംഗത്തിൽ സർക്കാരിന്റെ ഓഖി രക്ഷാപ്രവർത്തനങ്ങളെ വിമർശിച്ചതിന്റെ പേരിലായിരുന്നു ആദ്യ സസ്പെൻഷൻ ഉണ്ടായത്. 6 മാസം കഴിഞ്ഞപ്പോൾ പുസ്തകത്തിലൂടെ സർക്കാരിനെ വിമർശിച്ചതിന് 2ാം സസ്പെൻഷൻ ലഭിച്ചു. ജേക്കബ് തോമസ് തുറമുഖ ഡയറക്ടറായിരിക്കെ ട്രജർ വാങ്ങിയതിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണത്തിന്റെ പേരിലാണ് 3ാമത്തെ സസ്പെൻഷനും ഉണ്ടായിരിക്കുന്നത്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ 1 മാസത്തിൽ കൂടുതൽ സസ്പെൻഷനിൽ നിർത്താൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് കേന്ദ്ര സർക്കാരിനും കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനും പരാതി നൽകിയെങ്കിലും മറുപടിയൊന്നും ലഭിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനത്തിന് മുതിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.